പാലക്കാട് കോട്ടായിലെ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ കോടതി ഇടപെടൽ. ഓഫീസിന് അവകാശവാദം ഉന്നയിച്ച CPI ചേക്കേറിയ മണ്ഡലം മുൻ പ്രസിഡന്റ് മോഹൻകുമാർ നൽകിയ ഹർജി ആലത്തൂർ കോടതി തള്ളി. കെട്ടിടമുറി കോൺഗ്രസ് പാർട്ടിക്കാണ് നൽകിയതെന്ന കെട്ടിട ഉടമയുടെ വാദം കോടതി ശരിവെച്ചു. അജിത് ബാബു നൽകുന്ന വിവരങ്ങൾ. പാലക്കാട് നിന്ന് അജിത്ത്, വലിയ കോലാഹലങ്ങളും പുകിലുകളുമൊക്കെയായിരുന്നു ഈ വിഷയവുമായി സംബന്ധിച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് വരെ ഉണ്ടായിരുന്നത്. ഒടുവിൽ അതിലൊരു തീരുമാനമായിരിക്കുന്നു. ഇനി തൊട്ടടുത്ത ദിവസം തന്നെ മുറി പ്രവർത്തിച്ചു തുടങ്ങുമായിരിക്കുമല്ലേ? ഇതിൽ കോടതി പ്രധാനമായും മുഖവിലേക്കെടുത്തത് ഇത്തരത്തിൽ കെട്ടിട ഉടമയുടെ വാദം തന്നെയാണ്. കെട്ടിട ഉടമ പറഞ്ഞത് ഇത്തരത്തിൽ കോൺഗ്രസിന്റെ ഓഫീസിന് വേണ്ടിയാണ് താൻ ഇത് കൊടുത്തതെന്നുള്ള വാദമാണ് കോടതി പ്രധാനമായും മുഖവിലേക്കെടുത്തത്. ഇതോടുകൂടിയാണ് ഇത്തരത്തിൽ മോഹൻകുമാറിന്റെ ഹർജി തള്ളിക്കൊണ്ട് ഈ കോട്ടായി ഓഫീസ് കോൺഗ്രസിന് തന്നെയാണെന്നുള്ള നിലയിലേക്ക് കോടതി എത്തിയത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ നിലവിൽ നമുക്കറിയാം RDO ഏറ്റെടുത്ത ഓഫീസ് പോലീസ് സംരക്ഷണത്തിലാണ് നിലവിലുള്ളത്. അവിടേക്ക് ഒരു പാർട്ടിക്കും പ്രവർത്തിക്കാനുള്ള ഉൾപ്പെടെയുള്ള പ്രവേശനാനുമതി നിലവിലില്ല. അതുൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതോടുകൂടി കോടതി ഉത്തരവ് വന്നതോടുകൂടി ഇനി കോൺഗ്രസിന് അവിടേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത തെളിയുകയാണ്. സ്വാഭാവികമായും നേരത്തെ തന്നെ കോൺഗ്രസിനോട് ഉൾപ്പെടെ ഈ കാര്യങ്ങൾ നിങ്ങൾ ഇനി അവിടെ അതിക്രമിച്ച് കയറാൻ സാധ്യതയുണ്ടോ എന്നുൾപ്പെടെ നമ്മൾ ചോദിക്കുമ്പോൾ നിയമപരമായി മാത്രം ഇതിലൊരു തീരുമാനം ഉണ്ടായതിനു ശേഷം മാത്രമേ ഇനി പ്രവേശിക്കൂ എന്നുള്ളതായിരുന്നു കോൺഗ്രസിന്റെ നിലപാട്. അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് അത് അവിടേക്ക് പ്രവേശിക്കുന്നത് ഉൾപ്പെടെ ഒരു പരിപാടിയായി തന്നെ ആസൂത്രണം ചെയ്യാനുള്ള സാധ്യതയാണ് മുമ്പിലുള്ളത്. ഏതാണെങ്കിലും CPM ഇക്കാര്യത്തിൽ നേരത്തെ തന്നെ നിലപാട് വ്യക്തമാക്കിയിരുന്നു. തങ്ങൾക്ക് ഓഫീസ് ആവശ്യമില്ല, അവിടെ ഉണ്ടായ സാങ്കേതികമായ ചില പ്രശ്നങ്ങൾ മൂലമാണ് അത്തരത്തിലുള്ള സാഹചര്യം ഉണ്ടായത്. പ്രത്യേകിച്ചും CPMന്റെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ കയ്യേറ്റം ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഉൾപ്പെടെ അനാവശ്യമായി സൃഷ്ടിച്ചത് കോൺഗ്രസ് ആണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് CPM പറഞ്ഞത്. ഇക്കാര്യത്തിൽ മോഹൻകുമാർ പറയുന്നത് താൻ നിയമ നടപടിയുമായി തുടർന്ന് മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ്. കെട്ടിടമുറി കോൺഗ്രസ് പാർട്ടിക്ക് തന്നെയാണ് നൽകിയതെന്ന കെട്ടിട ഉടമയുടെ വാദം ശരിവെച്ചുകൊണ്ടാണ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. അജിത് ബാബുവാണ് വിശദാംശങ്ങൾ നൽകിയത്.